കോഴിക്കോട് കുറ്റ്യാടിയിൽ തെരുവുനായ ആക്രമണം 4 വയസ്സുകാരനുൾപ്പെടെ 5 പേർക്ക് കടിയേറ്റു. പരിക്കേറ്റവരെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, കാര്യമായ പരിക്കുണ്ടോ? കൊച്ചുകുട്ടി ഉൾപ്പെടെ ഉണ്ടല്ലോ ആക്രമണമേറ്റത്. ഗോകുൽ, കുറ്റ്യാടിയിൽ ഇന്ന് 11 മണിയോട് കൂടിയാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. 5 പേർക്ക് തുടർച്ചയായ സമയങ്ങളിൽ കടിയേറ്റു. ഇപ്പോൾ 2 പേർക്ക് കൂടി കടിയേറ്റിരിക്കുന്നു. അങ്ങനെ 7 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. അതിൽ ഒരു 4 വയസ്സുകാരനുണ്ട്, അതുപോലെ തന്നെ ഒരു 9 വയസ്സുകാരനുണ്ട്, പിന്നീട് ഇതിൽ ഒരു അതിഥി തൊഴിലാളിയുണ്ട്. ഇങ്ങനെ 7 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. വീട്ടുപരിസരത്ത് വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഈ 4 വയസ്സുകാരൻ വീട്ടിൻ്റെ വരാന്തയിൽ കളിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. ആ വേളയിൽ എത്തിക്കൊണ്ടാണ് ഈ തെരുവുനായ ഈ വിധത്തിൽ കടിച്ചിരിക്കുന്നത്. അതിൽ കുട്ടിക്ക് സാരമായി പരിക്കുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ കാലിൻ്റെ ഭാഗത്തും കടിച്ച് പറിച്ചിട്ടുണ്ട്. ഇപ്പോൾ 7 പേരെയും കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ തെരുവുനായയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജോലി സ്ഥലത്ത് എത്തിയും അതുപോലെ തന്നെ വീട്ടിലെത്തിയുമൊക്കെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വലിയൊരു പരിഭ്രാന്തിയിലാണ് പ്രദേശവാസികളുള്ളത്. തെരുവുനായയ്ക്ക് പേയുണ്ടോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ നായയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. ഗൂഗിൾ ശരി, ഏതായാലും കുറ്റ്യാടിയിൽ ആശങ്ക പരത്തുകയാണ് ആ തെരുവുനായ. ഇപ്പോഴും അതിനെ പിടികൂടാനായിട്ടില്ല. അവിടെ നിരവധി പേർക്ക് കടിയേൽക്കുന്നു. ഇപ്പോഴും ആ നായയുടെ ആക്രമണം തുടരുന്നു എന്നതാണ് സമീർ സി മുഹമ്മദ് നൽകിയ വിവരം കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.